Hello. Welcome to market discussion of the day. Today, July 10th, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. 4 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. 4 ദിവസവും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽസ്. ഇന്ന് നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസുകളും ഇല്ല. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് അനൗൺസ്മെന്റ് US നിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ താരിഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ താരിഫ് ജൂലൈ 9-ാം തീയതിയാണ് യൂറോസോണും US-ഉമായിട്ടുള്ള താരിഫ് അനൗൺസ്മെന്റ് വെച്ചിരുന്നത്. അതിനൊരു തീർപ്പ് വെച്ചിരുന്നത്. പക്ഷെ അത് ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് അതിൻ്റെ ആ ഒരു ഡേറ്റ് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു റിപ്പോർട്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എന്തായാലും ഇപ്പോൾ ആ ഒരു താരിഫ് അനൗൺസ്മെന്റ് എന്ത് റിസൾട്ട് ആണെങ്കിലും അതിനകത്ത് പ്രഷർ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ മെനഞ്ഞാന്ന് അതിൻ്റെ ഡേറ്റ് മാറ്റിയത് പ്രമാണിച്ച് മാർക്കറ്റ് താഴോട്ട് പോവുകയുണ്ടായി. 3280 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് പിടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുകയുണ്ടായി അല്ലേ. സോ അതേപോലെ തന്നെ ബ്രസീലിനെതിരെ US ചെയ്തിട്ടുള്ളത് 50% താരിഫാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ അത് ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന ഒരു കറൻസി കൂടുതലും ബാക്ക് ചെയ്യുന്നത് റഷ്യയും ചൈനയുമാണ്. അതുകൊണ്ടിട്ട് തന്നെ റഷ്യയും US-ഉം തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കാലമായിട്ടല്ലേ. സോ അവർ റഷ്യയെ തള്ളിപ്പറയുന്ന കുറച്ച് കാര്യങ്ങളും US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കലായിട്ടുള്ള അനൗൺസ്മെന്റിൽ വന്നിട്ടുള്ളത്. അപ്പം ബേസിക്കലി ഇത് അൺസർട്ടനിറ്റി ആണല്ലോ. ഈ അൺസർട്ടനിറ്റി ഉറപ്പായിട്ടും ഗോൾഡിന്റെ റേറ്റിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ് എക്കണോമിക് കലണ്ടർ പ്രമാണിച്ച് ഞാൻ എക്കണോമിക് കലണ്ടർ എടുത്ത് പറയുന്നില്ല. ഇന്ന് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം മാത്രമാണുള്ളത്. ഉച്ചയ്ക്ക് 1:30 മണി UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ ബാധിക്കും. കാരണം ഇന്ന് ഈ ആഴ്ചയിലുള്ള വൺ ഓഫ് ദ മേജർ ഈവന്റ് ഈ പറയുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം മാത്രമാണ്. അതുകൊണ്ടിട്ട് തന്നെ അത് ഉറപ്പായിട്ടും ഗോൾഡിന്റെ വിലയെ ബാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ 1:30 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. എല്ലാ വ്യാഴാഴ്ചയും ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നതാണ്. പക്ഷേ ഈ ആഴ്ച എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച പ്രത്യേകിച്ച് വേറെ ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടിട്ട് തന്നെയാണ് അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ഒന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY-ലോട്ട് വരുമ്പം JPY 146.31 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ 145.80 വരെ പോയി. മൂവിങ് ആവറേജ് 100-ന്റെ മുകളിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 146-നടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈയിങ് പോയിന്റ് എന്നുള്ളതാണ് എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളുടെ യൂറോപ്യൻ സെഷൻ്റെ ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഇതാണ് ഏഷ്യൻ സെഷൻ്റെ ഓപ്പണിംഗ്. ഓക്കെ, ഏഷ്യൻ സെഷന് മാർക്കറ്റ് താഴെയായിരുന്നു, പക്ഷേ യൂറോപ്യൻ സെഷന് മാർക്കറ്റ് മുകളിലായി. അതേപോലെ തന്നെ ഇപ്പം ഏഷ്യ ക്ലോസിംഗ് ആണ് അടുത്ത്. ഈ ഒരു ക്യാൻഡിൽ അവസാനിക്കുന്നത് ഏഷ്യ ക്ലോസിംഗ് ക്യാൻഡിലാണ്. സോ അതും 146-ന്റെ മുകളിൽ തന്നെയാണ് എങ്കിൽ 146.1 146.2 റേഞ്ചിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. 145.40 താഴെ 100% ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം മാർക്കറ്റ് കുറച്ച് മുകളിലാണല്ലേ. മാർക്കറ്റിന്റെ റേഞ്ച് 142 to 148 ആണ്. ഇല്ല, മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോവുകയാണ്, 148-ലോട്ട് പോവുകയാണ്. അവിടെ നിന്നുള്ളൊരു സെല്ലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു എൻട്രിയാണ്. 148-ന്റെ അവിടെ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 148.70 അവിടെ എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോകേണ്ട രണ്ട് കാര്യങ്ങളാണ്. അപ്പം 146-ന്റെ അവിടെ നിന്ന് ബൈ, 148-ന്റെ അവിടെ നിന്ന് സെല്ല്, ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന്
നമുക്ക് JPYയിലുള്ളത്. ഇത് മിക്കവാറും അത് പോസിബിൾ ആവും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. 148 അവിടെ നിന്നുള്ള സെല്ല് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ എൻട്രിയാണ്, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ഉറപ്പുള്ളൊരു എൻട്രി ആണെന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അത് മിസ്സാക്കി കളയാതിരിക്കുക. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം, യൂറോ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.17279 എന്ന് പറയുന്ന റേഞ്ചിലാണ് യൂറോ ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. സോ ഇവിടുന്ന് എന്ത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, യൂറോ പലവട്ടം സ്ട്രഗിൾ ചെയ്തു മൂവിങ് ആവറേജ് 100ന്റെ മുകളിലായിട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 1.1500 നമ്മൾ എന്നും പറയുന്നത് 1.1500 തന്നെയാണ് ഒരു ബൈയിങ് എൻട്രി. വേണം എന്നുള്ള ആൾക്കാർക്ക് 1.1800 അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സെല്ല് എൻട്രിയും ഒരു എന്താ പറയുക കുഴപ്പമില്ലാത്ത ഒരു എൻട്രി തന്നെയാണെന്നുള്ള കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. 140.1800 അവിടുന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 1.1860 മുകളിലെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. 1.1500 അവിടെ ഇന്ന് എത്തിക്കിട്ടുമെന്ന് അറിയില്ല. എത്തിക്കിട്ടിയാൽ അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടതുമാണ്. നേരെ GBPയിലോട്ട് വരുമ്പം GBP നമുക്ക് സെൽ എൻട്രി ഇല്ല, ബൈ എൻട്രി മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഒന്നുകൂടെ താഴെ റീട്രേസ് ചെയ്ത് പോകുമ്പോൾ 1.3500 അടുത്ത് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ GBPയിൽ പറഞ്ഞു തരാനായിട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അടുത്ത ഒരു എൻട്രി എന്ന് പറയുന്നത് 1.3300 ആണ് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അല്ലേ. സോ ഇന്നലെ മാർക്കറ്റ് താഴെ വന്നപ്പോൾ 3285 അവിടുന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. ഇന്ന് ഒരു ക്യാൻഡിൽ പോലും 3310 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അപ് ട്രെൻഡ് ആണ് എന്ന് നമുക്ക് ഒരു അനുമാനം നടത്താം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ. സോ 3313 സ്റ്റാർട്ട് ചെയ്ത് ഷാഡോ പോയിട്ടുള്ളത് 3312 വരെയും അല്ലേ. സോ ഇവിടുന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, മുകളിലോട്ട് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം 3330 അവിടെ നിന്ന് നമുക്ക് ഒരു പ്രൈസ് റിജക്ഷൻ വരികയും താഴോട്ട് പോയി 3320 വരെ ഓൾമോസ്റ്റ് ആ ഒരു ക്യാൻഡിൽ പോവുകയും ചെയ്തു. 3319 വരെ മാർക്കറ്റ് പോവുകയും ചെയ്തു. ഒരു $10 ഒരു പുൾ ബാക്ക് നടന്നു. സോ അവിടെ നിന്ന് വീണ്ടും റീട്രേസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കുള്ള ക്യാൻഡിൽ, UK ടൈമിംഗ് 10 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിൽ 3330 മുകളിലാണ് എങ്കിൽ നമുക്കൊരു ഷുവർ ഷോട്ട് എൻട്രി നടത്താവുന്നതാണ്. മുകളിലോട്ട് ബൈ എൻട്രി നടത്താവുന്നതാണ്. അല്ല 3330 താഴെയാണ് എങ്കിൽ നമുക്കൊരു സെൽ എൻട്രിയും നടത്താവുന്നതാണ് 10 മണിക്കുള്ള ക്യാൻഡിൽ നോക്കിയിട്ട്. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 3330 താഴെയായിരുന്നു. അതേപോലെ ഏഷ്യൻ സെഷനും 3330 താഴെയായിരുന്നു. ഇനി അടുത്ത സെഷൻ 3330 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി എടുത്ത് പരീക്ഷണം നടത്താവുന്നതാണ്. 3337 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. അല്ല 3330 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ എൻട്രിയും വേണമെങ്കിൽ നടത്തി പോവാവുന്നതാണ്. 3320 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയും വരും. ഓക്കെ, ഒരു 18 റേഞ്ചിലൊക്കെ 3318 റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യം. എന്താ പറയുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുക. ക്ലാസ്സിനെ കുറിച്ച് ആൾക്കാരുടെ അടുത്ത് പറയുക. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് ബാക്കിയുള്ള ആൾക്കാരെത്തോട് പറയുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.